ഇതാണ് വീട്. വാ വാ നാരായണക്കുട്ടി, ഓടി വാടാ. നാരായണക്കുട്ടി, ആകെ പ്രശ്നമായടാ. അമേരിക്കന്തോ ഇംഗ്ലണ്ടിന്തോ ഒരു സേതുമാധവനെ കൊണ്ട് ഗോവിന്ദക്കുട്ടി മായ പെണ്ണ് കാണാൻ വരുന്നു. കുടുങ്ങി നമ്മൾ കുടുങ്ങി. എന്റെ ഈശ്വര, ഇപ്പൊ എന്താ ചെയ്യാ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യ, എനിക്കൊന്നും അറിയാൻ മേല. അയ്യോ, ഞാൻ എവിടെങ്കിലും പോയി ഒളിക്കാൻ പോവാ. പെണ്ണേ, ഓ അയ്യോ, നാരായണക്കുട്ടി. ആരും കാണുന്നില്ലല്ലോ. മൂത്തളിയോ, മൂത്തളിന് ഇഷ്ടപ്പെട്ടൊരു കാര്യം പറഞ്ഞ അത് ഈ ഗോവിന്ദൻകുട്ടി സാധിപ്പിച്ചു തരും. എന്തായി? സേതുമാധവനും മായയും പരസ്പരം ഒന്ന് കാണട്ടെ. ആകെ ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. അതാ പെട്ടെന്ന് വന്ന. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ വെച്ച് നീട്ടണ്ട. കല്യാണം വേഗം നടത്തണം. മായയെ ഏതായാലും ഞാൻ ഇനി ബോംബെക്കൊന്നും അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അയ്യോ, അതൊന്നും പറ്റില്ല. ബോംബെയിൽ എന്റെ ഒരു സിസ്റ്റർ ഉണ്ട്. കല്യാണം കഴിഞ്ഞാൽ അവിടെ ഒന്ന് പോണ്ടി വരും. അതൊക്കെ പോവാന്നേ. സോറി, തൽക്കാലം ഞാൻ എന്റെ ഭാര്യയെ കെട്ടിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. എതിര് പറയരുത്. ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ അതും നല്ലത്. അച്ഛൻ ഞങ്ങളെ പുഴുങ്ങും ഡോക്ടറെ. പുഴുങ്ങിക്കോട്ടെ. സാറിന്റെ കാല് ഞങ്ങൾ കാല് വരെയും പിടിച്ചോ, പക്ഷെ ഭാര്യയെ കെട്ടിച്ചേരാൻ പറ്റില്ല. വെറുതെ അവിടം വരെ വന്ന ഇംഗ്ലണ്ടുകാരനെ ഒന്ന് കണ്ടാ മതി സഹോദര. എന്നാ പിന്നെ നിങ്ങൾക്ക് പോയിന്ന് കണ്ടൂടെ സഹോദരി? അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാലോ. ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം. ഈ ഒരു സഹായം കൂടി ഡോക്ടറെ ഞങ്ങൾക്ക് ചെയ്ത് ഇല്ലെങ്കിൽ ഞാൻ ഈ പിടി വിടും. സഹോദരി ആവോ ആവോ, കാല് പിടിക്കാൻ സഹോദരി ആവോ. പൊന്നു മോളെ, ഇത് കാണാൻ മോടെ അമ്മയും അച്ഛനും ഇല്ലാതായിപ്പോയല്ലോ. ചെല്ല് മോള് ചെല്ല്. എന്താ അളിയാ ഇത്? ഇതൊക്കെ കണ്ടുകൊണ്ട് ചിന്നമ്മൂന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവില്ലേ? ആത്മാവല്ല, ഇതൊക്കെ കണ്ടോണ്ട് പുറത്തൊരു ഡോക്ടർ വന്ന് കയറും പൊട്ടിച്ച് നിൽക്കുന്നുണ്ട്. അയാൾ അങ്ങനെ ഇങ്ങോട്ട് കയറി വരുമെന്ന് എന്റെ പേടി. അവിടെ എന്താ നടക്കണേ? പെണ്ണ് കാണാൻ പോയിട്ട് ഒരു മുൻപരിചയമില്ല. ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. മായക്ക് എന്നെ ഇഷ്ടായോ? സത്യത്തിൽ ഗോവിന്ദൻകുട്ടി ചേട്ടൻ പറഞ്ഞു കേട്ടപ്പോ മായ അത്രയും സുന്ദരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിൽ ഒരു പുഞ്ചിരി മത്സരം ഉണ്ടായിരുന്നു. അന്ന് അവിടെ മായ ഉണ്ടായിരുന്നെങ്കിൽ 1ാം സമ്മാനം ഞാൻ അടിച്ചേനെ. സാരമില്ല, അടുത്ത മത്സരം നവംബറിലാണ്. അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞ് നമ്മളങ്ങ് എത്തുമല്ലോ. എന്താ മായ, എന്താണെങ്കിലും പറ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. മുത്തച്ഛനെ പിരിഞ്ഞ് ഞാൻ എങ്ങോട്ടുമില്ല. സേതുമാധവൻ ഇംഗ്ലണ്ടാണ് വലുത്, ഞാനല്ല. എന്നെ വേണമെങ്കിൽ ഇംഗ്ലണ്ടിലെ സകലതും ഉപേക്ഷിച്ച് സേതുമാധവൻ ഇന്ത്യയിൽ ഈ നാട്ടിൽ വരണം. ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ കൂലിപ്പണി എടുക്കണം. അത് സേതുമാധവനെ കൊണ്ട് സാധിക്കില്ല. സാധിക്കും. മായയ്ക്ക് വേണ്ടി ഇംഗ്ലണ്ടല്ല, സകലതും ഞാൻ ഉപേക്ഷിക്കും. മായയ്ക്ക് ആളെ ഇഷ്ടമല്ലോ. അടുത്ത ആഴ്ച തന്നെ സേതുമാധവന്റെ വീട്ടുകാർ വരും. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. താനാരാ? ദേ ഗോവിന്ദൻകുട്ടി മാമ ഇവളെന്റെ ഭാര്യയാണ്. മാത്രമല്ല ഒരു കുഞ്ഞിന്റെ അമ്മയാ. ഇവിടത്തെ മായ ശിവൻകുട്ടിയുടെ കൂടെ നാട് വിട്ടിട്ട് കാലം കുറയായി. അതറിഞ്ഞ ഇവിടുത്തെ മുത്തച്ഛന്റെ കാറ്റ് പോകുന്നു പറഞ്ഞ് ഇവരെല്ലാരും കൂടിയിട്ട് ഇവിടെ വെച്ച് നാടകം കളിക്കുക. ഒരു ഇംഗ്ലണ്ടുകാരൻ ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തത് ഈ കുടുംബം കലക്കരുത്. ഇങ്ങോട്ട് വന്ന് പറയട്ടെ. वो आत्मिक कदम हो गया. വേണ്ട, മൂത്തളിനോടൊന്നും പറയണ്ട. ഞാനും പറയുന്നില്ല. പക്ഷെ ശിവൻകുട്ടി ഉണ്ടല്ലോ, അവനും അവളും എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും. അവന്റെ ശവം ഞാൻ ഈ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നിടും.
മാപ്പ് മുത്തച്ഛ, മാപ്പ്. എഴുന്നേക്ക്, എഴുന്നേക്ക. സ്നേഹിച്ചു പോയ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന തെറ്റാണോ മുത്തച്ഛ? എല്ലാ വഴികളും അറിഞ്ഞപ്പോ എനിക്ക് ഈ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് മുത്തച്ഛൻ ക്ഷമിക്കണം. ക്ഷമിക്കും മുത്തച്ഛ. ശിവൻകുട്ടി, അച്ഛാ. മോനെ ശിവൻകുട്ടി, ഇവിടെയാണോ? ആ, അപ്പൊ മായ എവിടെ? ബഡാവസ്ഥാവിൽ അവളെ കൊണ്ട് പോകുന്നു. നിങ്ങളൊക്കെ ആരാ? കുട്ടി ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ കുട്ടിയെ രക്ഷിക്കാൻ വന്നതാ. അന്ന് കടപ്പുറത്തുനിന്ന് ഒരു പാവക്കുട്ടി വീണ് കിട്ടിയില്ലേ, അതിനകത്ത് ഞങ്ങളൊരു സാധനമുണ്ട്. അത് വിറ്റാൽ ഞങ്ങൾക്ക് കുറച്ച് പണം കിട്ടും. ആ പാവക്കുട്ടിയെ ഞങ്ങൾക്ക് തരണം. എന്താ? അയ്യോ! ആരാണോ താൻ? ഇവിടെ തന്നെയാണോ ചോദിച്ചേ? ഇതെന്താ? എന്താ? ഓടോ. ഹലോ, അവിടെ തപ്പിയിട്ട് ഒരു കാര്യമില്ല. ദാ ഇതല്ലേ വേണ്ടത്. എടാ പരമാനന്ദ, നീ എന്നെ കോപ്പ് നോക്കാനേ? എടാ ദാസ, ഓടിക്കോ. പിടിച്ചോ.
അമ്മുമായി ഒന്ന് ഇറക്കാട്ടെ. മുത്തച്ഛനെല്ലാം മനസ്സിലായില്ലേ? മാപ്പ് തരണം, ക്ഷമിക്കണം എന്നൊന്നും ഞാനും മായ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളത് അർഹിക്കുന്നുണ്ടാവില്ല. എന്നാലും പ്രാർത്ഥിക്കണം. പണ്ട് മായയെ മുത്തച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവളുടെ അമ്മ പോയ പോലെ ഇവളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മായ പോകരുതെന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നും സംഭവിക്കില്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഈ പൊന്നുമോള് മറ്റൊരു പാവം മായമോളും ജയദേവൻ എന്നെ പോലൊരു ഭ്രാന്തൻ മുത്തച്ഛനും ആവാൻ പാടില്ല. ഒന്നും സംഭവിക്കില്ല. ഒന്നും. കൊണ്ടുപോയി രക്ഷപ്പെട്. അവന്മാര് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആ ദീപനെ കൊണ്ട് ചികിത്സിക്കുന്ന ഞങ്ങൾ ഈ സ്നേഹം ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ ജന്മകാലത്ത് മറക്കൂല. അതെ ആശാമാരെ, അന്ന് ഇവിടെ കൊടുത്താണ് ചെറിയൊരു കുത്ത് ഇങ്ങോട്ടും തന്നാട്ടെ, ഞാൻ ഒന്ന് രക്ഷപ്പെട്ടെ. ഞങ്ങളെ